ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് ആദിപർവം തുടരുന്നു. അങ്കാരപർണോപാഖ്യാനം. അർജുനൻ മുമ്പിലൊരു കൊള്ളിയും മിന്നി മിന്നി നിർജ്ജര നദി കടന്നിടുവാൻ തുടങ്ങുമ്പോൾ മജ്ജനം ചെയ്യുന്നൊരു ഗന്ധർവൻ തന്നെ കണ്ടു. നിർജ്ജരാധിപതനയാദികൾ നിന്ന നേരം അങ്കനാജനവുമായി അങ്കജ വിവശനായി ശൃംഗാരരസം പൂണ്ടു ശൃംഗാരയോനി സമൻ ഗംഗയിൽ സോമസ്രവായണമാം തീർത്ഥത്തിങ്കൽ അങ്കാരവർണ്ണനെന്ന ഗന്ധർവൻ ക്രീഡിക്കുമ്പോൾ കോപവും കലർന്ന പഞ്ചാപവും കുലയേറ്റി ഭൂപതി വരന്മാരാം പാണ്ഡവന്മാരോട് ചൊന്നാൻ, പൂർവരാത്രാദീങ്കൽ ഘോരമായുള്ള സന്ധ്യാകാലത്തു മനുഷ്യർക്കു സഞ്ചരിക്കരുതല്ലോ. യക്ഷരാക്ഷസ ഗന്ധർവാദികൾക്കുള്ള കാലം ധിഖരിച്ച് അതിലോകം കൈക്കൊണ്ടു നടക്കിലോ ഭക്ഷിക്കും മനുഷ്യരെ രക്ഷസാം പരീക്ഷകൾ രക്ഷിപ്പാൻ പോരുമെങ്കിലേതുമേ മടിക്കേണ്ട. അങ്കാരവർണ്ണനെന്ന ഗന്ധർവ പ്രവരൻ ഞാൻ, അങ്കാരവർണ്ണം മമ നാമത്താൽ വനമിതും ഔഷീഷനാകുന്നതു ധനദ സഖിജാൻ ഞാനും രോഷവും എന്നോളമില്ലാർക്കുമെന്നറിഞ്ഞാലും കൗണപാദികൾ പോലും ഇവിടെ വരുവില്ല. പ്രാണനെ വെടിഞ്ഞു വന്നിടുവാനെന്ത് നിങ്ങൾ എന്നതു കേട്ട നേരം ചൊല്ലിനാൻ ധനഞ്ജയൻ, നന്നു നന്നത്രയും നീ ചൊന്നതു നന്നു പാരം. ഹിമവൽഗിരി ഗംഗാ സമുദ്രം ഇവറ്റിങ്കൽ പകലും രാവും സന്ധ്യാനേരവും നടന്നിടാം. എല്ലാവർക്കും ഗമിച്ചിടാം എല്ലാ നേരവും, അതിനില്ലൊരു തടവേതും ദുഷ്ടജന്തുക്കളാലേ എന്നല്ലോ മുനിവരരാകിയ വേദവ്യാസൻ ചൊല്ലിയത്. അസത്യമല്ലെന്നു നീ അറിഞ്ഞില്ലേ? ക്ഷുദ്രന്മാരല്ല ഞങ്ങൾ, നിങ്ങളെ പേടിപ്പതിന് അഗ്നിസാഗരാദിയും ഭേദിപ്പൻ ദിവ്യാസ്ത്രത്താൽ. ദുർബലന്മാരായി ഭീതന്മാരായ മനുഷ്യരെ കർപ്പുരാദികൾ പേടിപ്പിച്ചിടുകെന്നേ വരൂ. ദുർമതം കലർന്നൊരു ഗന്ധർവ വീരനപ്പോൾ നിർമ്മലതരമായ ശസ്ത്രൗഖം പ്രയോഗിച്ചാൻ. ഉൽമുഖം കൊണ്ടു തടുത്തിടിനാൻ കിരീടിയും പൊന്മയമായ രഥം തന്നെയും ദഹിപ്പിച്ചാൻ. അർജുനൻ പ്രയോഗിച്ചൊരാഗ്നേയാസ്ത്രത്താൽ അപ്പോൾ സജ്വരനായി മോഹിച്ചു വീടിൽ ഗന്ധർവനും. കൈശികം ചുറ്റിപ്പിടിച്ചപ്പോഴേ വധിപ്പാനായി ആശുഫൽഗുനൻ തുനിഞ്ഞിതു കണ്ടവൻ. ഭാര്യ സുന്ദരി കുംഭീനസി ധർമ്മനന്ദനൻ കാൽക്കൽ ക്രന്ദനം ചെയ്തു വീണു ശരണം പ്രാപിച്ചപ്പോൾ ശ്രീനാഥൻ പരാജിതൻ കീർത്തിഹീനനുമായി മാനവും വെടിഞ്ഞവൻ തന്നെ നീ കൊന്നീടല്ല. അഭയം കൊടുക്കുന്നു ധർമ്മജൻ ചൊന്ന നേരം അഭിമാനികൾ മുമ്പൻ അർജുനൻ ചൊല്ലിയിടിനാൻ, ധർമാത്മാ ധർമാത്മജൻ അഭയം തന്ന മൂലം നിർമ്മലനായ നിന്നെ കൊല്ലുന്നില്ലേനി ഞാനോ. പൊയ്ക്കൊള്ളുക, പേടിക്കേണ്ട നീനി എന്ന നേരം കാൽക്കൽ വീണുര ചെയ്താൻ ഗന്ധർവ പ്രവരൻ. അങ്കാരവർണ്ണൻ എന്ന പേരെനിക്കിനി വേണ്ട, സങ്കരത്തിങ്കൽ നിന്നാഞ്ചിതനായി വന്ന മൂലം മാനിയാം നിനക്കു ഞാൻ. ചാക്ഷുഷി എന്ന വിദ്യദാനം ചെയ്യുന്നതുണ്ടി പ്രാണനെ രക്ഷിക്കയാൻ. കാമതരഥാശ്വസൂതായുധാധികളുണ്ടാം സോമവംശോദ്ഭൂതനാം നിനക്കു ധനഞ്ജയ. ഉത്തമം പ്രീതിദത്തമതിനും വിദ്യാദത്തമെത്രയും ശുഭം. പുനരെങ്കിലും ഇത് കേൾനീ, പ്രാണരക്ഷണത്തിനു കൂലി വാങ്ങുകയില്ല മാനികളായ ധ്രുവവീരന്മാർ അറിക നീ. എങ്കിലാഗ്നേയമസ്ത്രമെനിക്ക് പഠിക്കണമെങ്കിൽ നിന്നെൻ്റെ വിദ്യ വാങ്ങിക്കൊള്ളുകയും വേണം. സഖ്യവും നമ്മിനി വേറിടാതിരിക്കണം, വിഖ്യാതയായ കീർത്തി വർദ്ധിപ്പിക്കുകയും വേണം. ഗന്ധർവൻ ചൊന്നവണ്ണം അന്യോന്യം പഠിച്ചുടൻ കുന്തിനന്ദനൻ അവനോടുര ചെയ്താൻ. എന്തൊരു മൂലം ഭവാൻ ഞങ്ങളെ വിരോധിപ്പാൻ? ബന്ധമില്ലൊന്നുകൊണ്ടും സാധുക്കളല്ലോ ഞങ്ങൾ. എങ്കിലോ ധനഞ്ജയ കേട്ടാലും അതിൻമൂലം സങ്കടമിനിമേൽ നാളുണ്ടാകാതിരിപ്പാനായി ബ്രാഹ്മണ പുരസ്കൃതന്മാരായിട്ടിരിക്കണം. ധാർമ്മികന്മാരാകിലും മറ്റുള്ള ജാതിയെല്ലാം യക്ഷരാക്ഷസ ഗന്ധർവരക പിശാചാതി ദുഃഖങ്ങൾ നൽകും പല രക്ഷയുണ്ടെന്നാകിലും നിശ്ചയം അബ്രാഹ്മണ്യമഭയങ്കരമല്ല.
സദ്വിചാർച്ചനയുള്ളോർക്കില്ലൊരു ഭയമെങ്ങും നല്ലൊരു പുരോഹിതൻ വേണം. ഭൂപതിയായാൽ അല്ലൽ കൂടാതെ വണ്ണം ഐഹിക പാരത്രികം അല്ലായിൽ സാധിപ്പതിന് നാമല്ലെന്നറിയണം. കല്യന്മാരെന്നാകിലും അറിയ ധനഞ്ജയ, താപത്യാഗാർത്ഥമൊരു താപസോത്തമൻ തന്നെ. താപത്യന്മാരെ നിങ്ങൾ ഗുരുവായി വരിക്കണം. താപത്യന്മാരെന്നത് കേട്ടു ചോദിച്ചു ജിഷ്ണു, താപത്യന്മാരെന്തു ചൊല്ലുവാൻ മൂലം ചൊല്ലുവൻ ചുരുക്കി ഞാൻ കേൾക്ക നീ ധനഞ്ജയ. ചൊല്ലൊരും ആദിത്യന്റെ പുത്രിയായുണ്ടായി വന്നു, സാവിത്രിക്കവരജയായൊരു മനോഹരി. ദേവസ്ത്രീകളും അവൾക്കൊത്തവരാരുമില്ല. തൽക്കാലം വൃക്ഷപുത്രനാകിയ സംവരണനർക്കനെ വഴിപോലെ സേവിച്ചാൽ പലകാലം തന്നുടെ ഭക്തനായ ചന്ദ്രവംശോദ്ഭൂതനാം മന്നവർ കുലവരനാകിയ സംവരണൻ തന്നുടെ മകൾക്ക് അനുരൂപനെന്നുള്ളിൽ നന്ദി. കന്യകയ്ക്കിരട്ടാണ്ടു വയസ്സു ചെന്ന കാലം ആദ്രിതന്നുപവന സീമനി നായാട്ടിനായി വിദ്രുതം നരവധി നടന്നാൻ ഒരു ദിനം. ചുപ്പിപാസാദി പൂണ്ടു മരിച്ചു കുതിരയും പിൽപ്പാടുവന ഭൂവി നടന്നു നരേന്ദ്രനും. അന്നേരം കാണായി വന്നു കന്യകാരത്നം തന്നെ. മന്നവൻ മറന്നിതു തന്നെയും അതു നേരം. നാമധേയാദികളെ ചോദിച്ചു നരപതി വാമലോചന പുനരുത്തരം പറയാതെ മറഞ്ഞാൾ. അതു നേരം നൃപനും മനക്കാമ്പിൽ നിറഞ്ഞ ശോകം പൂണ്ടു മന്മത വിവശനായി മോഹിച്ചു വീണു കിടന്നീടിനോരനന്തരം മോഹനഗാത്രിയായ തപതി പോന്നു വന്നാൾ. ശീതാംശുകുലോദ്ഭവനാകിയ നൃപോത്തമ ചേതസി വളർന്നൊരു ശോകത്തെ കളഞ്ഞാലും ഏതുമേ വിഷാദമുണ്ടാകരുതെഴുന്നേൽക്ക. ഖേദിപ്പാൻ പാത്രമല്ല കേവലം ഭവാനൊട്ടും. തപനൻ തന്റെ മകളാകിയ തപതി ഞാൻ തപസാ താതൻ തന്നെ സേവിക്ക വിരയേ നീ. ജനകൻ ഭവാനായിട്ടെന്നെ നൽകിയിടുന്നാകിൽ അനുവർത്തനം ചെയ്വനേതുമേ മടിയാതെ. ഞാൻ അനുകൂലയല്ലെന്നോർത്തതും ഖേദിക്കേണ്ട. മാനവ ശിഖാമണിയെ രാഗമെല്ലാവർക്കും മുക്കും എന്നുര ചെയ്തു മറഞ്ഞിടിനാൾ തപതി. മന്നവൻ താനും പിന്നെ മന്മഥ വിവശനായി. തപതി തപതി എന്നധികം പരിതാവാൽ യുവതി വരൻ ഭുവി പതനം ചെയ്തു മോഹാത്. സജീവൻ തിരഞ്ഞു വന്ന അവനീശനെ കണ്ടു. കുശലോക്തികൾ കൊണ്ടും ശീതോപചാരം കൊണ്ടും ഉണർത്തി രാജാവിൻ്റെ സങ്കടമെല്ലാം കണ്ടു. ഗണിച്ചു ബുദ്ധി കൊണ്ടു കൽപ്പിച്ചു സജീവനും. രാജ്യത്തിനയച്ചതു നിശേഷ സൈന്യമെല്ലാം പൂജനാം വസിഷ്ഠനെ സേവിച്ചു നരേന്ദ്രനും. 12 ദിനം കൊണ്ടുവന്നതു വസിഷ്ഠനും. സാദരം വീണു നമസ്കരിച്ചു നൃപതിയും. മേദിനീശ്വരൻ മുനി തന്നോട് മനോരഥം ആധി തീർത്തിടുവതിനായി അറിയിച്ച നേരം ചേതസി വിചാരിച്ചു ഭൂപതി പരിതാപം. 12 ആത്മാവിൻ മകൾ മൂലമെന്നറിഞ്ഞപ്പോൾ അബ്ജസംഭവസുതനാകിയ വസിഷ്ഠനും അബ്ജബാന്ധവൻ തന്നെ സ്തുതിച്ചാനതു നേരം. ചിത്രഭാനവേ നമ സൂര്യായ മാർത്താണ്ഡായ മിത്രായ ദിനേശായ ഭാസ്വതേ നമോ നമ. വേദരൂപായ വേദവേദ്യായ വേദാന്താർത്ഥബോധരൂപായ ജഗന്നാഥായ നമോ നമ. പ്രകൃതിയുടെ ഗുണങ്ങൾക്കനുരൂപമായ വികൃതി പൂണ്ട രൂപനാമവർണ്ണങ്ങളോടും പ്രപഞ്ച സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുവാൻ വിരിഞ്ച വിഷ്ണു രുദ്രന്മാരായി ചമഞ്ഞിടും പരമാത്മനേ പരബ്രഹ്മണേ നമോ നമ. പരമാനന്ദാത്മനേ രവയേ നമോ നമ. ഭാസ്കരം താനും അരുൾ ചെയ്തു വസിഷ്ഠനോടാഗ്രഹം തന്നെ പറഞ്ഞിടുക മടിയാതെ. എങ്കിലോ ചൊല്ലിയിടുവൻ വന്ന കാരണമൊരു സങ്കടമുണ്ടു ദണ്ഡം പോക്കുവാനില്ല താനും. തിങ്കൾ തൻ കുലത്തിങ്കലുള്ള സംവരണനു പങ്കജശരതാപം പാരം ത്വത്പുത്രി മൂലം. അവനീശ്വരനായ സംവരണനു പുനരവളെ കൊടുക്കേണമെന്നത് ചൊല്ലുവാൻ വന്നേൻ. സന്ദേഹമെന്തു ഭവാൻ കൽപ്പിച്ചാലെങ്കിൽ മമ നന്ദനെ തപതി നീ പോകണം മടിയാതെ. മുന്നമേ കൽപ്പിച്ചിരിക്കുന്നു മകളെ ഞാൻ നിന്നെ സംവരണന് കൊടുക്കാമെന്നു തന്നെ. വസിഷ്ഠൻ അരുൾ ചെയ്യും വണ്ണം നീ ഭൂമി തന്നിൽ
വസിക്ക പലകാലം സുഖിച്ചു ഭർത്താവുമായി. ജനിക്കാതനയനും ഭുവന പ്രസിദ്ധനായി നിനക്കു ഗുണങ്ങളും വർദ്ധിക്കും ദിനം തോറും. ഈ വണ്ണം അനുഗ്രഹിച്ചയച്ചു ജനകനും ലാവണ്യാംഗിയും വന്ദിച്ചനുവാദത്തെ ചെയ്താൾ. തപതിയായ ദിവ്യകന്യക മനോഹരീ തപനാത്മജ മനോരഥവും വന്നുകൂടി. കന്യകയോടും കൂടി യാത്രയും ചൊല്ലി മുനി മന്നവൻ വസിച്ചിടും കാനന ഭുവി വന്നു. അബ്ജലോചനയായ തപതി തന്നെ കൊണ്ട് അബ്ജനാശനകുലനാഥനും നൽകിയിടിനാൻ. അബ്ജസായകരസം പൂണ്ടവൻ അടവിയിൽ അബ്ജകാന്താബ്ധം വസിച്ചിടിനാൾ അവളുമായി. പിന്നെ വൈരികളെയുമൊക്കവേ നിഗ്രഹിച്ചു തന്നുടെ നാടും തനിക്കടങ്ങി അതുകാലം. വസിഷ്ഠൻ തന്നെ പുരോഹിതനായി ഭരിക്കയാൽ വസിച്ചു രാജ്യം വാണു പലനാൾ സംവരണൻ. വസിഷ്ഠമുനിയുടെ വരിഷ്ഠ ഗുണമെല്ലാം പ്രകൃഷ്ടമെന്നതൊഴിഞ്ഞെനിക്കു പറയാമോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ നാരായണായ.